أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإن من شيعته لإبراهيم إذ جاء ربه بقلب سليم إذ قال لأبيه وقومه ماذا تعبدون أئفكا آلهة دون الله تريدون فما ظنكم برب العالمين. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم. نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت إليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള, നമുക്ക് നൽകിയിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും അവരുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് എന്നോടും എന്റെ സഹോദരങ്ങളായ നിങ്ങളോടും ഗൗരവത്തോടെ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ദുൽഹജ്ജ് മാസം കഴിഞ്ഞിട്ടില്ല. ഇനിയും 89 ദിവസം ബാക്കിയുണ്ട്. നമ്മുടെ ബലിപെരുന്നാളും ഹജ്ജും ഒക്കെ അവസാനിപ്പിച്ച് നമ്മുടേതായ കാര്യങ്ങളിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം മക്കളെയും തനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഭാഗങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്തുൽ ബഖറയിൽ ഒന്നാമത്തെ ജുസ്അ് അവസാനിക്കുന്നിടത്ത് وَإِذِ ابْتَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ فَأَتَمَّهُنَّ ധാരാളം പരീക്ഷണങ്ങൾക്ക് ഇബ്രാഹിമിനെ അലൈഹിസ്സലാത്തു വസ്സലാം നാം വിധേയമാക്കിയിട്ടുണ്ട്. ഫഅതമ്മഹുന്ന, അതിലൊക്കെ അദ്ദേഹം വിജയിച്ചു.
وقال إني جاعلك للناس إماما. അദ്ദേഹത്തെ ജനങ്ങളുടെ ഇമാമായി പ്രഖ്യാപിച്ചു, അല്ലാഹു പ്രഖ്യാപിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രഖ്യാപനത്തിന് അള്ളാഹു തെരഞ്ഞെടുത്ത സന്ദർഭത്തിൽ അള്ളാഹുവിനോട് അങ്ങോട്ട് ചോദിക്കുന്നു, ഖാല വമിൻ ദുർരിയതി, അപ്പൊ എന്റെ മക്കളോ? ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ, അതിക്രമകാരികളോട് ഒരു കരാറും ബാധ്യതയും അള്ളാഹുവിനില്ല, ആരുടെ മക്കളാണെങ്കിലും ശരി. അതിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളാണെങ്കിലും ശരി, ലോകത്ത് ആരുടെ മകനാണെങ്കിലും ശരി, അവർ കരാറുകൾ ലംഘിക്കുന്നവരും വഴിവിട്ട് ജീവിക്കുന്നവരുമാണെങ്കിൽ ഈ ഇമാമിയത്ത്, നേതൃപരമായ പദവി എന്ന് പറയുന്നത് അവർക്ക് നൽകപ്പെടുന്നതല്ല. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ചെയ്യേണ്ട ചില പണികൾ കൂടി പറയുന്നു. മസ്ജിദുൽ ഹറാമിന്റെ കാബയുടെ പുനർനിർമ്മാണവും അവിടെ നടക്കേണ്ടുന്ന പ്രവർത്തനങ്ങളൊക്കെ സംബന്ധിച്ചൊക്കെ. തുടർന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ഒരു വർഷം കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചിരുന്നു. വഇദ് ഇബ്രാഹിം റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിന, ഞങ്ങളുടെ നാടിനെ നീ നിർഭയത്വമുള്ളതാക്കണം. ധാരാളം വിശദാംശങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ധാരാളമായി ആലോചിക്കാൻ വകയുള്ള ഒരു പ്രാർത്ഥനയാണത്. എന്റെ നാടിനെ നീ നിർഭയത്വമുള്ളതാക്കണം. ഈ പ്രാർത്ഥന മുസ്ലിം സമുദായം ആഗോളതലത്തിൽ വളരെ ഗൌരവത്തോടുകൂടി നടത്തേണ്ട പ്രാർത്ഥനയാണിപ്പോൾ. അരക്ഷിതാവസ്ഥയിലേക്കും അസ്വസ്ഥതയിലേക്കും ഇസ്ലാമിക ഉമ്മത്ത് പറിച്ചറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ജീവിക്കുന്ന, അവർ താമസിക്കുന്ന, അവർ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും അവർക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള ഒറ്റപ്പെടുത്തലുകളും മാറ്റി നിർത്തലുകളും. നമ്മുടെ കാരണങ്ങളുണ്ടാവാം, അത് വേറെ ചർച്ചയാണ്. വിവരം കൂടിയതുകൊണ്ടോ വിവരം കുറഞ്ഞതുകൊണ്ടോ പാതിവന്ത വിവരങ്ങളുള്ളതുകൊണ്ടോ ഇസ്ലാമിക സമൂഹത്തിന്റെ നിലപാടുകളിൽ, സമീപനങ്ങളിൽ വീഴ്ച വന്നതുകൊണ്ട്, വീഴ്ചയും അബദ്ധവും അപകടവും എന്ന് പറയുന്നത് 700 കോടി ജനങ്ങളിൽ ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രം സംഭവിക്കുന്നതല്ല. മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും, ജനാധിപത്യവാദികളും മതേതരവാദികളും സെക്യുലർവാദികളും, ഹിന്ദുക്കളും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ബുദ്ധന്മാർക്കും ജൈനന്മാർക്കുമൊക്കെ വമ്പൻ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം മുസ്ലിം സമുദായത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പർവ്വതീകരിക്കപ്പെടുന്നു, തെറ്റായി വിശകലനം ചെയ്യപ്പെടുന്നു, വളരെ കൃത്യമായ ഉദ്ദേശലക്ഷ്യങ്ങളോടുകൂടി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ശരി, മുസ്ലിമിന് അത്ര സുഖകരമായ ഭാവിയല്ല കാത്തിരിക്കുന്നത് എന്നാണ് സാമൂഹികമായ അന്തരീക്ഷത്തെ കുറച്ച് ദീർഘവീക്ഷണത്തോടുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും കണ്ടെത്താൻ കഴിയുക. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഇബ്രാഹിം നബിയും ഹജ്ജും അവസാനിപ്പിച്ച് നിങ്ങൾ വീട്ടിലിരിക്കേണ്ട, നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ട. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ പ്രാർത്ഥന എടുക്കുക. റബ്ബിജാൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ ഞങ്ങളുടെ നാടിന്, ഈ നാടിന് നീ നിർഭയത്വമുള്ളതാക്കണം. നമ്മൾ താമസിക്കുന്നത്, നമ്മൾ നിലകൊള്ളുന്നത്, നമ്മുടെ ജീവിതം നമ്മൾ കഴിച്ചുകൂട്ടുന്നത് ഏത് പ്രദേശങ്ങളിലാണോ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെയും വിശ്വാസിയുടെ പ്രാർത്ഥനകൾ വരട്ടെ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ വഖദ് മകറൂ മകറഹും വഇൻ കാന മകറഹും ഇന്നല്ലാഹി ലതസൂല മിൻഹുൽ ജിബാൽ, അതിഭീകരമായ കുതന്ത്രങ്ങളാണ് ആസൂത്രണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 10-25 വർഷം കഴിഞ്ഞിട്ട് പോലും വായിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആസൂത്രണങ്ങളാണ് മനുഷ്യനെയും അവന്റെ അവകാശങ്ങളെയും കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി വർത്തമാനകാലത്തെ സാമൂഹിക നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ള ശക്തികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മുമ്പൊരിക്കൽ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്, വിശ്വാസപരമായ വൈകല്യങ്ങളും ആരാധനാപരമായ അനുഷ്ഠാനങ്ങളിലെ അല്ലറ ചില്ലറ പാകപ്പിഴവുകളുമല്ല
അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ ശിർക്കും കുഫറും ദുൽമും ഫുസൂഖും ഒക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. ശിർക്ക് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. മുനാഫിക്ക് കാപട്യമാണ്, കള്ളത്തരമാണ്. കാഫിർ ധിക്കാരിയും നിഷേധിയും നന്ദി കെട്ടവനുമാണ്. ളാലിം അക്രമകാരിയാണ്. ഫാസിഖ് തമ്മാടിയാണ്. ഇങ്ങനെ കുറെ പദപ്രയോഗങ്ങൾ ഖുർആൻ നടത്തിയിട്ടുണ്ട്. ഈ പദപ്രയോഗങ്ങൾ ഉൾക്കൊള്ളുന്ന അപകടകരമായ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്നത് കേവലം മതപരമായ ആരാധന അനുഷ്ഠാന ആചാരങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ല. കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം. അമ്പലത്തിലോ പള്ളിയിലോ ചർച്ചിലോ കനീസയിലോ അവിടെയുമുണ്ട് പ്രശ്നങ്ങൾ. പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അനുഷ്ഠാനങ്ങളുടെ അപകടകരമായ വളർച്ചയും ഗുണകരമല്ലാത്ത രീതിയിലുള്ള ആരാധനകളും രീതിശാസ്ത്രങ്ങളുമൊക്കെ വളർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു സകല മതസമൂഹങ്ങളിലും. പക്ഷെ അവരുടെ റോൾ വളരെ ചെറിയതാണ്. വിശ്വാസത്തിന്റെ പുകയിലും മറയിലും സ്റ്റേജിലും നിന്നുകൊണ്ട് പൊതുസമൂഹത്തിന്റെ ബുദ്ധിയെ ഷണ്ഡീകരിക്കുക എന്നുള്ളതിന്റെ അപ്പുറം സാമൂഹിക നിയന്ത്രണത്തിന്റെയും ആ നിയന്ത്രണത്തിന്റെ പിന്നിലുള്ള അധികാരത്തിന്റെയും ആ അധികാരത്തിന്റെ വമ്പിച്ച സൗകര്യങ്ങളുടെയും ലോകത്തല്ല ഭൂരിപക്ഷ മതങ്ങളും മതനേതൃത്വങ്ങളും ഉള്ളത്. അതുകൊണ്ട് ആ വശത്തേക്ക് ഞാൻ കൂടുതൽ കടന്നു പോണില്ല. ഞാനിപ്പോ അതല്ല ഊന്നാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് മറ്റതുള്ളത് ദുൽമും ഫുസൂഖും നിഫാഖും കുഫറും ശിർക്കും എല്ലാം അതിഭീകരമായി ഖുർആൻ അത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമായിട്ടല്ലല്ലോ പരിചയപ്പെടുത്തുന്നത്. ലോകത്തെ നിയന്ത്രിക്കുന്ന, ലോകത്തെ ഭരിക്കുന്ന, മനുഷ്യന്റെ ഭാഗധേയങ്ങൾക്ക് നിയമങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാവരും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വഖദ് മക്കറൂ മക്കറഹും ഇൻദല്ലാഹി മക്കറഹും. അവരുടെ കുതന്ത്രങ്ങൾ വളരെ വലിയതാണ്. അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവിന്റെ തന്ത്രങ്ങളുണ്ട്. ഇനി വഇൻകാന മക്കറഹും, അവരുടെ തന്ത്രങ്ങൾ ലിതസൂല മിൻഹുൽ ജിബാൽ, പർവ്വതങ്ങളെപ്പോലും ഇളക്കിക്കളയാൻ മാത്രം കരുത്തുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തികൾ അധോലോകത്തിരുന്നുകൊണ്ട് അപകടകരമായ കരുക്കളാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ടാർജറ്റ് കൃത്യമായിട്ട് മുസ്ലിം ലോകം ആ ടാർജറ്റിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാനത് ഭയപ്പെടുത്താനോ ഒരു പ്രത്യേകമായ ശത്രുവിനോടെന്തോ വിദ്വേഷമുണ്ടാകാനോ പറയുന്ന വർത്തമാനമൊന്നുമല്ല. അങ്ങനെ അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. പേടിച്ചതുകൊണ്ടോ അത് ശത്രുവാണ് എന്ന് വെച്ച് അവനോട് പകയോടുകൂടി പെരുമാറാൻ തീരുമാനിച്ചതുകൊണ്ടോ പരിഹരിക്കപ്പെടുന്നതല്ല പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അതിനതിന്റേതായ കൃത്യമായ സ്വഭാവത്തിലും അളവിലും നിന്നുകൊണ്ട് അള്ളാഹുവും അള്ളാഹുവിന്റെ കിതാബും കാണിച്ചു തന്നിട്ടുള്ള വഴികളല്ലാതെ മറ്റൊരു കുറുക്കുവഴിയും ഇല്ല എന്നുള്ളത് വേറെ നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. നിങ്ങൾക്ക് കേരളത്തിൽ സമാധാനം വേണോ? മലപ്പുറത്തും തൃശൂരും സമാധാനം വേണോ? തമിഴ്നാട്ടിലും കർണാടകത്തിലും ഇന്ത്യയിലും നിങ്ങൾക്ക് സമാധാനം വേണോ? കാശ്മീരിലും ബലൂചിസ്ഥാനിലും നിങ്ങൾക്ക് സമാധാനം വേണോ? അഫ്ഗാനിസ്ഥാനിലും ലിബിയയിലും സിറിയയിലും അവസാനം ഈ മസ്ജിദുൽ ഹറാം നിലകൊള്ളുന്ന സൗദിയിലടക്കം മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന മധ്യപൗരസ്ത്യ ദേശങ്ങളിലടക്കം നിങ്ങൾക്ക് സമാധാനം വേണോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടിടങ്ങളിൽ ഈ പ്രാർത്ഥന ആവർത്തിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലും സൂറത്ത് ഇബ്രാഹിമിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നു ആ പ്രാർത്ഥന. ഇങ്ങനെ ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. എന്റെ കച്ചവടം പൊളിയുന്നു, എന്റെ തൊഴിൽ നഷ്ടപ്പെടുന്നു, ഞാൻ രോഗത്തിനടിപ്പെടുന്നു, എന്റെ സാമൂഹികാന്തരീക്ഷം ഭയവിഹ്വലമായി തീരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ വ്യക്തിപരമായ താൽപര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചേക്കാം. ഇതല്ല പ്രശ്നം. ഒരു നാട് സമാധാനമുള്ളതാവണം. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. അല്ലാഹുവേ, എന്റെ നാട്ടിനെ നീ സമാധാനമുള്ളതാക്കി മാറ്റണം. എന്റെ കുട്ടിയുടെ ചാരിത്രം കവർന്നെടുക്കപ്പെടരുത്. എന്റെ ഭാര്യ മാനഭംഗം ചെയ്യപ്പെടരുത്. ഞാൻ വധിക്കപ്പെട്ട് എന്റെ മക്കൾ അനാഥകളാവരുത്. എന്റെ ഉമ്മ, എന്റെ ഭാര്യ വിധവയും സംരക്ഷണം നഷ്ടപ്പെട്ടവരുമാകരുത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നെനിക്കറിയില്ല. സിറിയയിൽ, ഇറാഖിൽ, ലിബിയയിൽ, ഈജിപ്തിൽ, ഇസ്ലാമിക ലോകത്തെ പല പ്രദേശങ്ങളിലും അതിനിഷ്ഠൂരമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഏറ്റവും വലിയ വില കൊടുക്കേണ്ടത് അവിടുത്തെ കുട്ടികളാണ്, അവിടുത്തെ സ്ത്രീകളാണ്. പുരുഷന്മാർ കലാപങ്ങളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നു, അവർ വധിക്കപ്പെടുന്നു, അവർ ഏറ്റുമുട്ടുന്നു, പരസ്പരം ശത്രുക്കളാക്കപ്പെടുന്നു. അടിസ്ഥാനപരമായി അവസാനം ഇതിന്റെ വില കൊടുക്കേണ്ടവരാണ് ഒരു വീട്ടിലെ സ്ത്രീയാണ്, ഒരു വീട്ടിലെ കുട്ടികളാണ്. സിറിയയിലും അലപ്പോവിലും അതുപോലെ തന്നെ ഇറാഖിലും അഫ്ഗാനിലും ലിബിയയിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കാണണം. ഞാൻ ഈ അടുത്ത് ടെലിവിഷനിൽ കണ്ടു മുസഫർ നഗർ കലാപത്തിന് ശേഷം കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് കൃത്യമായി പ്രോഗ്രാം ചെയ്യപ്പെട്ട കലാപം. തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്കലാണ്, മതപരമല്ല. ചിലർക്ക് ഇതൊക്കെ പൊളിറ്റിക്കല, മതപരമായ വർഗീയ സാമുദായികതയുടെ ഭാഗമാണ് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മതമാണ് പ്രശ്നം എന്ന രീതിയിൽ കുരുക്ക് വളരെ പെട്ടെന്ന് അഴിക്കാൻ സൂത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പ്രശ്നം അതല്ല, പൊളിറ്റിക്കൽ തന്നെയാണ്. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മിക്ക പ്രശ്നങ്ങളുടെയും മർമ്മം മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, അധികാരവും സമ്പത്തും വിഭവങ്ങളും ഭൂമിയും പിടിച്ചെടുക്കുന്നതുമായി പദവികളുമായി ബന്ധപ്പെട്ട അപകടകരമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബാക്കിപത്രമായിരുന്നു മുസഫർ നഗർ കലാപം. ഞാനിപ്പോൾ അത് പറയാനല്ല എന്റെ സമയം ചെലവഴിക്കുന്നത്. ആ കലാപത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട 63,000 കുടുംബങ്ങളുണ്ട് യു പിയിൽ. അറിയുമോ നിങ്ങൾക്ക്? വെള്ളം കയറുന്ന ചളിപ്രദേശങ്ങളിൽ, വയലേലകളിൽ ചെറിയ ചാക്കുകൾ കെട്ടി അവർ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിത് പറയാനുള്ള അർഹതയില്ല, നിങ്ങൾക്കിത് കേൾക്കാനുമില്ല അർഹതയില്ല. കാരണം ഞാനും നിങ്ങളും അങ്ങനത്തെ ഒരു ലോകത്തല്ല ജീവിക്കുന്നത്. കുടിക്കാൻ അവർക്ക് ശുദ്ധജലമില്ല, മനസ്സമാധാനത്തോടുകൂടി കിടന്നിറങ്ങാൻ ഒരു വീട് പോലും അവർക്കില്ല. അവരുടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു പോകാൻ അവർക്ക് അവിടെയുള്ള നിയമ സംവിധാനങ്ങൾ, അധികാര സംവിധാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഭരണകൂടങ്ങൾ സുരക്ഷിതത്വപരമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നില്ല. അവനെന്ത് നിർഭയത്വമാണ് ഉള്ളത്? അവനിപ്പോഴും പേടിക്കുന്നു. ഇനിയും വരുമോ കലാപം? ഇനിയും വരുമോ അപകടകരമായ കലാപങ്ങൾ? മേവാത്തിൽ പശുവിറച്ചിയുടെ പേരിൽ മാനഭംഗം ചെയ്യപ്പെട്ടു. പച്ചയായി പെണ്ണിന്റെ മുകളിൽ കൈവച്ചു. ആരും പറയാനില്ല. സർക്കാരും ഗവൺമെന്റും സംവിധാനങ്ങളും വളരെ അപകടകരമായ അരക്ഷിതാവസ്ഥയിലെ ഒരു തരം മൗനങ്ങളിലേക്ക് കാലെടുത്തു വെക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാനാരെയും പഴി പറയാനല്ല ഈ പറയുന്നത്. ഗവൺമെന്റിന് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് വേറെ പ്രശ്നമാണ്. ശ്രീരാമന്റെ ഗവൺമെന്റ് അപ്പുള്ളത്. രാമന്റെ പേരിൽ വിഷയങ്ങളെ സമീപിക്കുന്നവരാ. രാമന്റെ നല്ലൊരു കഥ ഉണ്ട്, സുഖകരമായ ഒരു കഥ ഉണ്ട്. അത് പുരാണത്തിലുള്ളതാണ്. ഇവിടെ പറയണമെന്നൊക്കെ ചോദിക്കും. ഞാൻ അതിന്റെ സന്ദേശം പറയാൻ മാത്രമായി പറയുന്നത്. രാമനൊരിക്കൽ നടന്നു പോകുമ്പോൾ കയ്യിൽ അമ്പുണ്ട്. ആ അമ്പെടുത്തിട്ട് ഒരു പുറ്റില് കുത്തി. പുറ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, പണ്ടൊക്കെ ഈ മണ്ണിങ്ങനെ അട്ടിയിട്ടിട്ട് ഉറുമ്പുകൾ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ പുറ്റ് എന്ന് പറയുന്നത്. പാമ്പൊക്കെ അതിന്റെ ഉള്ളിലുണ്ടാവുന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ പുറ്റില്ല, അപ്പൊ കോൺക്രീറ്റിന്റെ പുറ്റാണല്ലോ. ഇനിയിപ്പോ മണ്ണിന്റെ പുറ്റൊന്നും നമ്മൾ കാണുമല്ലോ, ഉറുമ്പുകൾക്ക് അത് ഉണ്ടാക്കാൻ സ്ഥലമില്ല. അങ്ങനത്തെ ഒരു പുറ്റിലൊരു അമ്പ് കുത്തി വെക്കുവാണ് ശ്രീരാമൻ. വിശ്രമം കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെ അമ്പ് കുത്തി വെച്ചു. വിശ്രമൊക്കെ കഴിഞ്ഞിട്ട് അത് എടുത്തു. ആ അമ്പെടുത്തപ്പോ അമ്പിന്റെ തുമ്പിലുണ്ട് ഒരു തവള. അതിന്റെ പള്ളയിലാണ്, പുറത്താണ് അമ്പ് തുളച്ചു കയറിയിട്ടുള്ളത്. അതിന് ശ്രീരാമൻ ചോദിച്ചു, നിനക്കൊന്ന് കരഞ്ഞുകൂടായിരുന്നടോ, നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നടോ, നീ ഒരു ശബ്ദം ഉണ്ടാക്കിയിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഉപദ്രവിക്കുമായിരുന്നു. ഇങ്ങനെ സംഭവിക്കും. ശ്രീരാമ അമ്പ് കുത്തിയത് കുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല, സാധാരണ ഒരു മണ്ണിന്റെ പുറ്റാണെന്ന് നിലക്ക് അവിടെ കുത്തിവെച്ചതാ. പക്ഷെ ചെന്ന് കയറിയത് ഇതിന്റെ പള്ളയിലും നെഞ്ഞത്തൊക്കെയാണ്. തിരിച്ചെടുക്കുമ്പോ ആ അമ്പിന്റെ തുമ്പിൽ ജീവന് വേണ്ടി പിടയുന്ന തവളയാണ്. എന്നാലും മൗനമാണ് തവള, പറയണില്ല. അതിന് ശ്രീരാമൻ ചോദിച്ചു എന്നാണ്, നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു? അതിന് തവള പറഞ്ഞു, നിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും രാമ രാമ എന്ന് വിളിച്ചാൽ മതി. പാർട്ടി പ്രസിഡന്റിനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിനെയും മുഖ്യമന്ത്രിനെയും വിളിച്ചാൽ മതി, എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും. വിളിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആള് തന്നെ എന്നെ ഇങ്ങനെ ചെയ്താൽ ഇനി ആരെയാണ് ഞാൻ വിളിക്കുക? ഭരണകൂടങ്ങൾ, നേതൃത്വങ്ങൾ, സാമ്പത്തിക ശക്തികൾ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, മതസമൂഹങ്ങൾ, സമൂഹത്തിന് സുരക്ഷിതത്വവും ജീവന്റെ സംരക്ഷണവും നൽകേണ്ട വലിയ സംവിധാനങ്ങൾ മറ്റുള്ളവരുടെ മുകളിൽ കുത്തിയിറക്കി. അതാണ് മുസഫർ നഗർ കലാപം. അത്രയും ഞാൻ പറയുന്നുള്ളൂ, ബാക്കി ഞാൻ പറയുന്നില്ല. എന്നിട്ടത് മതപരമായിരുന്നു, ഹിന്ദു മുസ്ലിം സംഘർഷമായിരുന്നു എന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥം അതിനില്ല. അധികാരത്തിന്റെ അകത്തടങ്ങളിലെത്താൻ കൃത്യമായി പ്രോഗ്രാം ചെയ്യപ്പെടുന്ന പൊറാട്ട് നാടകങ്ങളുടെ കോട്ടെ പ്രശ്നം അതല്ല ഞാൻ പറഞ്ഞത്. ആ 63,000 കുടുംബങ്ങൾ, അവരുടെ റബ്ബിജൽ ഹാദൽ ബലദ ആമിന, എങ്ങനെയാണ് അവർ പ്രാർത്ഥിക്കുക? അവർക്കത് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ പ്രാർത്ഥനയ്ക്ക് ഇന്റർവ്യൂ അരമണിക്കൂർ കാണിച്ചിരുന്നു. അതിന്റെ മീഡിയ 1 TV അരമണിക്കൂർ റിപ്പോർട്ടർ അവിടെ പോയിട്ട് അവർ താമസിക്കുന്ന കണ്ണിന് വെള്ളം നിറയും. കുടിക്കുന്ന വെള്ളവും ജീവിക്കുന്ന സംവിധാനങ്ങളും. ഇനി മഴ പെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യും? തണുപ്പ് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും?
നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് ആര് എങ്ങനെ നിങ്ങൾ തിരിച്ചു പോകും? അബിജൽഹാദൽ പരത ആമിന. ഇത് ഇവിടെയാണെങ്കിൽ മറുഭാഗത്ത് നേരത്തെ പറഞ്ഞ അഫ്ഗാനും സിറിയയും അലപ്പോയും ലിബിയയും ഈജിപ്തും ഒക്കെ അതിശക്തമായി, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിർഭയത്വത്തിന്റെ മാളത്തിലൊളിച്ച് ഇനി ഇവിടെയൊന്നും ഉണ്ടാവില്ല എന്ന് വെക്കുന്നതിന് പകരം വളരെ മുൻധാരണയോടുകൂടി നിങ്ങൾ അള്ളാഹുവിനോട് പറയും, റബ്ബിജൽഹാദൽ പരത ആമിന, അള്ളാഹുവെ ഞങ്ങളുടെ നാടിന് നീ നിർഭയത്വമുള്ളതാക്കണം. ഞങ്ങളുടെ കുട്ടികൾ അന്യാധീനപ്പെടാത്ത, ഞങ്ങളുടെ സ്ത്രീകളുടെ ശരീരവും ചാരിത്രവും കവർന്നെടുക്കപ്പെടാത്ത, ഞങ്ങളുടെ പെണ്ണുങ്ങൾ വിധവകളാക്കപ്പെടാത്ത, ഞങ്ങളുടെ വയസ്സായ ഉമ്മമാർ സംരക്ഷണമറ്റ് തെരുവിൽ തെണ്ടേണ്ടി വരാത്ത, ഞങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ട് കിടന്നുറങ്ങാൻ ഭൂമികളില്ലാതെ അനാഥകളായി അലയേണ്ടി വരാത്ത അള്ളാഹുവെ സുരക്ഷിതത്വമുള്ള സാഹചര്യങ്ങൾ തരണം. അർത്ഥം വേറേണ്ടതിന് ഞാൻ ഈ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. വിലക്കയറ്റം കൊണ്ട് പുറതിമുട്ടാത്ത, കൈക്കൂലിയും അഴിമതിയും കൊണ്ടും അഴിഞ്ഞു ചെയ്യാത്ത, കള്ളക്കച്ചവടവും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പുമില്ലാത്ത, അതിക്രമങ്ങളും വർഗീയതയും സാമുദായികതയും സംഘടനകളുമില്ലാത്ത സ്വസ്ഥതയോടുകൂടി കടന്നു കഴിയാൻ. പൊളിറ്റിക്കലാണത്, തികച്ചും പൊളിറ്റിക്കലാണത്. നിങ്ങൾക്ക് വിരോധമുണ്ടാകാൻ പറയുമ്പോൾ ചിലപ്പോൾ. അല്ലാതെ എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? എല്ലായിടത്തും നിർഭയത്വം വേണം. എന്റെ സമ്പത്തിൽ, എന്റെ അവകാശങ്ങളിൽ, എന്റെ ആരോഗ്യത്തിൽ, എന്റെ വിദ്യാഭ്യാസത്തിൽ, എന്റെ കൃഷിയിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ കുട്ടികളിൽ, എന്റെ ഭാര്യയിൽ, എന്റെ മാതാപിതാക്കളിൽ, എന്റെ വീട്ടിൽ, ഞാൻ ജീവിക്കുന്ന പ്രദേശത്ത് മുഴുവൻ റബ്ബിജൽഹാദൽ പരത ആമിന, അള്ളാഹുവെ നിർഭയത്വമുള്ളതാക്കി തരണം. അതിന് ശേഷം മറ്റും പറയുന്നുണ്ട്, വർസുഖുഹും മിന സമറാത്ത്, അവർക്ക് പഴങ്ങൾ നൽകണം. അത് കുറച്ചും കൂടി വലുതാണെന്ന്. ഇതേപോലെ തന്നെ അവർക്ക് വിഭവങ്ങൾ നൽകണം. നാടിൽ വിഭവങ്ങൾ ഉണ്ടാകണം. ഫലഭൂയിഷ്ഠമായ ഫലങ്ങളെത്തണം. ഭക്ഷിക്കാനുള്ള, ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന, ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഉണ്ടാകണം. ഞങ്ങളുടെ ഒരു നബിതൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റൂ. നിസ്കരിക്കാൻ പള്ളി വേണം, ഞങ്ങൾക്ക് ദുആ വേണോ, നേർച്ച മൗലിദ് കടത്താനുള്ള സൗകര്യം, അങ്ങനെയൊക്കെയല്ലേ റസൂൽ പ്രാർത്ഥിക്കേണ്ടത്. തെറ്റിദ്ധരിക്കരുത്. ഞാൻ അതിനെതിരാണോ അനുകൂലമാണോ എന്നല്ല ഞാൻ ഈ പറഞ്ഞത്. എന്താണ് ഒരു പ്രവാചകന്റെ പ്രാർത്ഥന? ഒരു നാടിന്റെ ആന്തരിക ഘടന നിർഭയത്വമുള്ളതാവണം. ആർക്കും ഒന്നും ഭയപ്പെടരുത്. ഒരു തവളയ്ക്ക് പോലും സ്വന്തം നിർഭയത്വം. പ്രവാചകൻ അതിനെ മറ്റൊരിടത്ത് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ഒരു ആട്ടിൻകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും ചെന്നായയെ മാത്രം ഭയപ്പെട്ടുകൊണ്ട്. അവസാനം നമ്മളെ കോടതി പറയല്ലേ എന്നോട്, ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, ആണെങ്കിൽ ആവർത്തനമായിരിക്കും. ദിശയുടെ സൗമ്യയുടെ വധമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോടതി എന്താ പറഞ്ഞ്? ഉന്തിത്തള്ളിയിട്ടതിന് തെളിവില്ല, കൊല്ലാൻ വേണ്ടിയാണോ ഉന്തിയത്? ഒരു പെണ്ണ് ജീവന് വേണ്ടിയുള്ള, ചാരിത്ര സംരക്ഷണത്തിന് വേണ്ടിയുള്ള പിടച്ചലിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് ഷൊർണൂർക്ക് എത്താൻ വേണ്ടി ചാടിയതല്ലല്ലോ ആ പെണ്ണ്. എന്തിനാണ് ആ പെണ്ണ് ചാടുന്നത്? പിന്നാലെ കൂടി ഫലം പ്രയോഗിച്ച് പിടിച്ചമർത്തി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പെണ്ണ് ട്രെയിനിൽ നിന്ന് ചാടിയിട്ട് നമ്മുടെ നാട്ടിലെ പരമോന്നത നിൽക്കട്ടെ, ആ ഭാഗം അവിടെ ചോദിക്കുന്നു, അവനാണ് ഉന്തിയതിന് എന്ന് തെളിവുണ്ടോ? അതുകൊണ്ട് അവന് കൊടുക്കേണ്ടതില്ല. എന്തൊരു രസകരമായ നീതിന്യായത്തിന്റെ വലിയ തലങ്ങൾ അതിനുണ്ട്. അവരെ പറയുന്നു, തെളിവുകളില്ലാതെ, വസ്തുതകളില്ലാതെ, പ്രമാണങ്ങളില്ലാതെ, കാര്യകാരണ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയാതെ ശിക്ഷ വിധിച്ചാൽ അത് കോടതി. പക്ഷേ പല കാര്യങ്ങളിലും ഇങ്ങനെയൊക്കെ വിധിക്കപ്പെട്ടിട്ടുണ്ട്. പൊതുമനസ്സാക്ഷിക്ക് വേണ്ടി പലതും ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ഏതൊരു ബുദ്ധിയുള്ളവനും അറിയാം, ഈ പെണ്ണ് വെറുതെ ചാടിയതല്ല, പിന്നിൽ കൂടിയവന്റെ കൈയിൽ നിന്ന് ജീവനും ശരീരവും രക്ഷപ്പെടുത്താൻ വേണ്ടി ചാടിയതാ. ഉന്തിയോ തള്ളിയോ, നമ്മുടെ കർമ്മശാസ്ത്രത്തിന് ഫിഖിഹിന്റെ തർക്കം പോലെ ഉന്തിയിട്ടതാണോ, കൊല്ലാൻ വേണ്ടി തള്ളിയതാണോ, തള്ളിയപ്പോൾ മരിച്ചുപോയതാണോ എന്ന ശാഖാപരമായ ചർച്ചക്കപ്പുറം നിൽക്കട്ടെ ആ ഭാഗവും. സംരക്ഷണം വേണ്ടേ നിങ്ങൾക്ക്? നാടിന് നിർഭയത്വം വേണ്ടേ? ഒരു വീടിനും ഒരു കുടുംബത്തിനും ഒരു കുട്ടിക്കും. ഇത് സമുദായവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. ദലിതുകളും ന്യൂനപക്ഷങ്ങളും പിന്നോക്കവർഗങ്ങളും കർഷകരും അതുപോലെ തന്നെ ആദിവാസികളുമൊക്കെ ജീവന്റെ, അമേരിക്കയിൽ കറുത്തവൻ മുതൽ ലോകത്ത് മുഴുവൻ അപകടകരമായ പക്ഷപാതിത്വങ്ങൾക്ക്, കൊടിയ അന്യായങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ റബ്ബിജൽഹാദൽ പരത ആമിന, പേടി മാറ്റാൻ ആയുധ കച്ചവടമാണ് ലോകത്ത് നടക്കുന്നത്. അതിലേക്ക് ഞാൻ കടന്നു പോണില്ല. പേടി മാറാനുള്ള വഴി എന്താ? അമേരിക്ക പറയുന്നു, ഇസ്രയേൽ പറയുന്നു, ഫ്രാൻസ് പറയുന്നു, ബ്രിട്ടൻ പറയുന്നു, ചൈന പറയുന്നു, ഇന്ത്യയും സൗദിയും പറയുന്നു, ആയുധങ്ങളാണ് വേണ്ടത്. പേടി മാറ്റാൻ ആയുധങ്ങളാണ് വേണ്ടത്. സൗമ്യയെ രക്ഷപ്പെടുത്താൻ ആയുധങ്ങൾ വേണം. മുസഫർ നഗർ ഇല്ലായ്മ ചെയ്യാൻ ആയുധങ്ങൾ വേണം. സിറിയയും ലിബിയയും അരക്ഷിതാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ആയുധങ്ങൾ വേണം. ആയുധങ്ങൾ കൊണ്ട് ലോകത്തെവിടെയെങ്കിലും കോട്ടയാ ചർച്ച. ഇതിന്റെക്കപ്പുറമാണ് പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഈ നാടിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ആശയപരമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മ
അനുഭവിക്കാനിരിക്കുന്ന അനവധി അപകടകരമായ ഭാവികളെ നിങ്ങൾ കണ്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ തട്ടി നിങ്ങൾ പറയല്ലാനോട്, നിങ്ങളുടെ കേരളത്തിൽ ഞങ്ങൾക്ക് സമാധാനം വേണം, തൃശൂരും കുന്നംകുളത്തും ഞങ്ങൾക്ക് സമാധാനം വേണം, ഞങ്ങളുടെ ഇന്ത്യയിൽ ഞങ്ങൾക്ക് സമാധാനം വേണം. മുസ്ലിം ഉമ്മത്തിന്റെ സാമുദായിക സമാധാനം മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും. എന്നിട്ടാ പിന്നെ മറ്റു പറയുന്നത് വർസുഖും മിന സമറാത്ത്, വിഭവങ്ങൾ ഉണ്ടാവണം. റേഷൻ ഷാപ്പിൽ, മാവേലി സ്റ്റോറിൽ, നീതി സ്റ്റോറിൽ, മാർക്കറ്റിൽ, അങ്ങാടിയിൽ ഈ രാജ്യത്തിലെ പൌരന്മാർക്ക് ഉപയോഗിക്കാൻ പാകമായ രീതിയിൽ വില കൊടുത്ത് വാങ്ങാനും വില കൊടുക്കുന്നവനും വാങ്ങുന്നവനും ലാഭകരമായ രീതിയിൽ കാര്യങ്ങൾ ഈ നാട്ടിൽ വിഭവങ്ങൾ ഉണ്ടാവണം. അല്ലാതെ എവിടെയോ സെൽവേ മഞ്ഞ ഇറക്കിയതുപോലെ സാധനം ഇങ്ങനെ ഇറക്കി കൊടുക്കാന്നല്ല. കൃഷിയുണ്ട് അതിന്റെ പിന്നിൽ, ഒരു നാഗരികത സംവിധാനമുണ്ട് അതിന്റെ പിന്നിൽ, ഒരു മാർക്കറ്റ് ഉണ്ട് അതിന്റെ പിന്നിൽ, ഒരു ഭരണകൂടത്തിന്റെ കൃത്യമായ പ്രൊജക്ടുകളുണ്ട് അതിന്റെ മുമ്പിൽ. അതിനുവേണ്ടി വ്യവസ്ഥാപിതമായി നാടിന്റെ പുരോഗതിക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ട ഒരു ജനവിഭാഗവും അതിന്റെ നേതൃത്വമുണ്ട് അതിന്റെ. അല്ലാതെ വർഷക്കൊമ്മിനെ സമരാത് അള്ളാഹുവെ പണം കൊടുക്കണോ, നിറച്ച് പണം ഉണ്ടാവണവർക്ക്, അപ്പോ ഇവരൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇവരിങ്ങനെ കുത്തിർന്നാ മതി, ഇവർക്ക് ഇങ്ങനെ പണം കിട്ടും, ഇവരിങ്ങനെ കഴിച്ചോട്ടാനായി പറഞ്ഞതിന്റെ അർത്ഥം അല്ല. ഒരു നാടിന് മുന്നോട്ട് പോകാൻ ആവശ്യമായ രീതിയിലുള്ള വിഭവങ്ങളൊക്കെ നമ്മളതും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വയലേലകളിൽ സമൃദ്ധി ഉണ്ടാവട്ടെ, ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ കായ്ഫലങ്ങൾ ഉണ്ടാവട്ടെ, ഞങ്ങളുടെ നദികൾ നിറഞ്ഞൊഴുകട്ടെ, ഞങ്ങളുടെ ആകാശം കാർമേഘങ്ങൾ കൊണ്ട് നിറയട്ടെ, ഞങ്ങളുടെ മുകളിലേക്ക് മഴ പേമാരിയായി വർഷിക്കപ്പെടട്ടെ. അങ്ങനെ എല്ലാം സമൃദ്ധമായി വളരുന്ന വർഷക്കൊമ്മിനെ സമറാത്ത്. എന്ത് പ്രാർത്ഥന? ഇബ്രാഹിം നബി എന്തോ പ്രാർത്ഥിച്ചിട്ടാണ് പോയി. നമുക്ക് ആ പ്രാർത്ഥനന്റെ ഉള്ളടക്കം തിരിഞ്ഞിട്ടില്ല. നമുക്ക് ഇബ്രാഹിമാകാൻ നമ്മളെന്നെ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് കിടക്കട്ടെ അവിടെ അല്ലേ നമ്മളെ തന്നെ മന്നാമനബില്ലാഹി വലിയവുമില്ലാഹ്. അതിലെ കൂടുതൽ സെക്യുലർ കാഴ്ചപ്പാടുള്ള സമർപ്പിക്കുക. അള്ളാഹുവെ, നിന്നിലും മരണാനന്തര ജീവിതത്തിലും വിശ്വസിക്കുന്നവർക്കൊക്കെ നീ ഈ നിർഭയത്വവും ഈ ഫലവർഗങ്ങളും ഒക്കെ നൽകി അനുഗ്രഹിക്കണം. ഇബ്രാഹിം നബി കുറച്ച് സ്പെസിഫിക് ആക്കാൻ നോക്കിയതാണ്. നല്ലവർക്കൊക്കെ ഒന്ന് കൊടുക്ക്, എല്ലാവർക്കും. അള്ളാഹു പറഞ്ഞു ഖാലവമൻ കഫറ, അങ്ങനെയല്ല, എല്ലാവർക്കും, ധിക്കാരിക്കടക്കം. ഖാലവമൻ കഫറ ഫഉമത്തിഹു ഖലീല, അവരും കൊടുക്കും, അമേരിക്കക്കും കൊടുക്കും. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥതാ, അമേരിക്കക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ജപ്പാനും കൊടുക്കും, ചിലപ്പോ എല്ലാവർക്കും കൊടുക്കും. ധിക്കാരി എന്ന് പറയുന്നതിന്റെ അർത്ഥം മതപരമായ ജാതി വ്യത്യാസമൊന്നുമല്ല. അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് എതിരായ ആ സംഗതികൾ പ്രയോഗിക്കുക, അവർക്കൊക്കെ കൊടുക്കും. ഖാലവമൻ കഫറ ഫഉമത്തിഹു ഖലീല, എല്ലാവർക്കും കൊടുക്കും. പ്രവാചകൻ ഇബ്രാഹിം നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് സന്ദേശം കൊടുത്തു, എല്ലാവർക്കും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നെഞ്ചുപൊട്ടി പ്രാർത്ഥിച്ചു. അവസാനം എപ്പോഴും വന്നല്ലോ പെല്ലറ്റ്. 12 വയസ്സുകാരൻ കുട്ടിയാണ്. ചെമ്പിന്റെ വെടി, പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈയം കൊണ്ടുണ്ടാക്കിയ സാധനമാണെന്നാ. 12 വയസ്സുള്ള കുട്ടി അണ്ട് പോവാണ്. പെരുന്നാളിന്റെ സുദിനത്തിലടക്കം പൊട്ടിക്കുകയാണ്. നിയമവും സംവിധാനങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആരോട് പറയണം? പറയണം, നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കുക, അള്ളാഹിനോട് ശരിക്കും പ്രാർത്ഥിച്ചോ. നമ്മുടെ നാടിനെ കുറിച്ചും ഉള്ളിൽ ഉരുണ്ടുകൂടുന്നത് അത്ര സുന്ദരമായ സംവിധാനങ്ങളല്ല. ആകാശത്ത് രൂപപ്പെടുന്ന കാർമേഘങ്ങൾ മഴത്തുള്ളിയായിട്ടല്ല വരുന്നത്, കൊടുങ്കാറ്റിന്റെയും പ്രളയത്തിന്റെയും തുടക്കപാട് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റബ്ബി ജിൽ ഹാദൽ ബലദ ആമിന വർസുഖ് ലഹു മിന സമറാത്ത് മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ ഉമ്മത്തി ഖലീല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിന് ശേഷമുള്ള വാകയായിരുന്നു, പക്ഷെ ഇത് വിശദീകരിച്ചു പിന്നെ അതുപോലെ തന്നെ നിന്നു. പിന്നെയാണ് മക്കളും കുട്ടികളും ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥന. വൈദി റഫഅ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വ ഇസ്മാഈലും ഇബ്രാഹിമും കൂടിയിട്ട് കാബയുടെ അസ്ഥിവാരങ്ങൾ നിർമ്മിക്കുന്നു, അതിന്റെ തറയിടുന്നു, അതിന്റെ സംവിധാനം ഒരുക്കുന്നു. ആ കാബയുടെ നിർമ്മാണം കഴിഞ്ഞിട്ട് അവർ പറയുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഇത് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം. ഇന്നക അൻത സമീഉൽ അലീം, എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ നീ. കാബയെ പോലത്തെ അത്ഭുതകരമായ ഒരു സംവിധാനം, അത്ഭുതകരം എന്ന് പറഞ്ഞാൽ അതിന്റെ ശില്പചാതുരിയും അതിന്റെ ഘടനാപരമായ ഭയങ്കര സാങ്കേതികത എന്നല്ല പറയുന്നത്. ആ കാബ പ്രതിനിധീകരിക്കുന്ന നിലപാടുകൾ, അതിന്റെ ആശയങ്ങൾ, അത്യത്ഭുതകരമായ സംവിധാനം. ക്യൂബ്, കാബ, ക്യൂബ് എന്ന് പറഞ്ഞാൽ തന്നെ സമചതുരം. പിന്നെ അറബിയല്ല ശരിക്കും കാബ എന്നുള്ളത്. ക്യൂബ് എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ, ചതുരക്കട്ടക്കാണ് ക്യൂബ് നമ്മൾ പറയാ. ആ ക്യൂബ് എന്നുള്ളതിന്റെ അറബി പ്രയോഗമാണ് കാബ. ശരിക്കും 4 സമചതുരം ആകൃതിയിലുള്ള ഒരു സാധനം. അത് നിർമ്മിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹു ഇത് എന്നിൽ നിന്ന് സ്വീകരിക്കണം. നമ്മളെടുത്തുനിന്ന് എന്താ അല്ലാഹു സ്വീകരിക്കേണ്ടത്? എല്ലാവരും നിർമ്മാണത്തിലാ, ഒന്നിക്കൽ സംഹാരത്തിൽ, അല്ലെങ്കിൽ നിർമ്മാണത്തിൽ, അല്ലെങ്കിൽ സംഹരിക്കാൻ വേണ്ടിയുള്ള നിർമ്മാണത്തിൽ, അല്ലെങ്കിൽ നിർമ്മാണത്തിന് വേണ്ടിയുള്ള നിർമ്മാണത്തിൽ, ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നു.
ഉണ്ടാക്കുന്നത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇത് രണ്ടും നടക്കുന്നു. വ്യക്തിയുടെ മനസ്സ് തൊട്ട് നമ്മുടെ സംവിധാനങ്ങളുടെ ഭൗതികമായ ഘടനയിലടക്കം സംഹരിക്കലും തകർക്കലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്? എന്തും ഏതും. കാബ ഒരു പ്രതീകമാണ്. നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. എന്താ അതിന്റെ ലക്ഷ്യം? നിങ്ങൾക്ക് വലിയൊരു പദവി കിട്ടിയിട്ടുണ്ട്. എന്തിനാണ് നിങ്ങൾക്ക് ആ പദവി കിട്ടിയത്? നിങ്ങൾ വലിയ അധികാരമുള്ളവനാണ്. നിങ്ങൾക്ക് എന്തിനാണ് അത് കിട്ടിയിട്ടുള്ളത്? നിങ്ങൾ വലിയ ഒരു ഫാക്ടറി ആരംഭിക്കുന്നു. നിങ്ങൾ വലിയ ഒരു സംവിധാനം ആരംഭിക്കുന്നു. നിങ്ങൾ വലിയൊരു സ്ഥാപനം ആരംഭിക്കുന്നു. ഏത് രംഗത്തും ഏത് മേഖലയിലും. പക്ഷെ അല്ല പറയുന്നത് നിങ്ങൾ എന്തുണ്ടാക്കി, ഹോളിവുഡ് ആവട്ടെ ബോളിവുഡ് ആവട്ടെ. ഇനി എന്താ നമ്മുടെ ഹൈദരാബാദിലൊക്കെ എന്താ രാംജി റാവുന്റെ മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ, പോയാൽ കാണാന്നാ പറയണത്. ഹിമാലയം അന്റാർട്ടിക്കൊക്കെ അവിടെ തന്നെ ഉണ്ട്. സിനിമാ ഷൂട്ടിംഗ് ഒക്കെ നടക്കണം. അപ്പൊ ഫിലിമിൽ അതൊക്കെ അവിടെ കാണിച്ചു തരിക. എന്തിനുണ്ടാക്കി നിങ്ങൾ? റബ്ബനാ തഖബ്ബൽ മിന്നാ. അള്ളാഹുവെ ഇത് സ്വീകരിക്കണം. അള്ളാഹു സ്വീകരിക്കുന്നതുണ്ടാക്കൂ നിങ്ങൾ. അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും പൊരുത്തത്തിനും വേണ്ടി ഉണ്ടാക്കൂ നിങ്ങൾ. എന്തും. പാർട്ടി ഓഫീസാണെങ്കിലും പള്ളിയാണെങ്കിലും സംഘടനയാണെങ്കിലും സംവിധാനങ്ങളാണെങ്കിലും വീടാണെങ്കിലും ഫാക്ടറി ആണെങ്കിലും ശാസ്ത്രമാണെങ്കിലും മതമാണെങ്കിലും എന്തിനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? ആരാണ് നിങ്ങളിൽ നിന്ന് സ്വീകരിക്കേണ്ടത്? ഏതെങ്കിലും ഒരു കാര്യം മാത്രമല്ല ഈ പറയുന്നത്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാം. അല്ലാഹു റബ്ബനാ തഖബ്ബൽ മിന്നാ. അത് അല്ലാഹ് ഞാൻ കൊടുക്കണില്ല, അത് അല്ലാഹ് എടുക്കുക വേണ്ട. ആ ഭാഗം ക്ലോസ്. അവിടെ അല്ലാഹ്ക്ക് പ്രവേശനമില്ല. അങ്ങനെ ഒരു വാതിലില്ല, അങ്ങനെ ഒരു അടച്ച വാതിലില്ല. എല്ലാം തുറന്ന്. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത്. അസ്ഥിവാരം എന്നാ പറഞ്ഞത്. സ്ഥാപനത്തിന്റെ പുറമേ കാണുന്ന കാഴ്ചയിൽ അതിന്റെ അടിസ്ഥാനം എന്താണ്? ഉള്ളിലിരിപ്പെന്താണ്? അതിന്റെ ഏത് തറയിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്? ആശയമാണെങ്കിൽ, സ്ഥാപനമാണെങ്കിൽ, അത് ഒരു എന്ത് സംവിധാനമാണെങ്കിലും എന്താണ് ഇതിന്റെ ഉള്ളിലിരിപ്പ്? ഹവായിതെന്താ? അതിന്റെ അടിസ്ഥാനം എന്താ? അള്ളാഹു സ്വീകരിക്കുന്നതാവണം. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ. അതുകൊണ്ട് നമ്മൾ എന്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും എങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഒക്കെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കഅബ മുതൽ നമ്മുടെ നാട്ടിലെ പള്ളിയടക്കം. ഇനിയിപ്പോ നമ്മളുണ്ടാക്കുന്ന പള്ളിയൊക്കെ അള്ളാഹ് സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ആ കോലത്തിന് സംഘടനാ തർക്കത്തിനാണ് പള്ളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അത് കണ്ടിട്ട് മറ്റവനെ വിചാരിക്കുകയാണ് RSSകാരനും ബജരംഗദളും ശിവസേനക്കാരനും ഒക്കെ ധരിക്കുകയാണെന്ത് മുസ്ലിം നവോത്ഥാനം നടക്കുകയാണ്. മുസ്ലിങ്ങൾ ഭയങ്കരമായിട്ട് വളരെയാണ്. മുസ്ലിങ്ങൾ കുതിക്കുകയാണെന്തേൽ അവര് വളർന്ന് എന്തിനാണ് ഉണ്ടാവണം എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയില്ലേ? ഉള്ളിൽ കണ്ടിറങ്ങി തന്നാൽ സംഘടനകൾ 6 ആകുന്നു, 6 12 ആകുന്നു, 12 36 ആകുന്നു. ആ 36നും പള്ളി വേണം. ഇത് കണ്ടിട്ട് മറ്റോ ധരിക്കുകയാണ് എന്ത്? എമ്മാതിരി വളർച്ച. ബാബർ പോയി, ടിപ്പു സുൽത്താൻ അടക്കം പോയി, എന്നിട്ട് വീണ്ടും പെറ്റ് വരികയാണ്. ഇവിടെ പഠിപ്പിക്കുന്നതും പഠിപ്പിക്കപ്പെടുന്നതും ആ അർത്ഥങ്ങളിലാ. എന്തിനുണ്ടാക്കുന്നു? ഇതൊക്കെ കൂടി ഉണ്ടാക്കിയിട്ട് അല്ലാഹുവോട് റബ്ബനാ തഖബ്ബൽ മിന്നാ പള്ളിയടക്കം അത് സ്വീകരിക്കുമെന്നുള്ളത് 1000 വട്ടം ആലോചിക്കേണ്ടി വരും. അതെന്നെ സ്വീകരിക്കുമെങ്കിൽ പിന്നെ ബാക്കി സംഗതികളൊക്കെ സംഘടന, സ്ഥാപനങ്ങൾ, സംവിധാനങ്ങൾ എല്ലാം ആര് സ്വീകരിക്കും? രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാനിപ്പോ പോണില്ലേ? വൈദ് റബ്ബനാ വജഅൽനാ മുസ്ലിമീൻ. വളരെ നിർണായകമാണത്. അല്ലാഹുവേ ഞങ്ങളെ മുസ്ലിങ്ങളാക്കണം, ഞങ്ങളെ നിന്നെ അനുസരിക്കുന്നവരാക്കണം. വേറെ ആരെയല്ല. എന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളല്ല, എന്റെ കുടുംബ താല്പര്യങ്ങളെയല്ല, എന്റെ സാമ്പത്തിക താല്പര്യങ്ങളെയല്ല, എന്റെ പാർട്ടിയുടെ താല്പര്യങ്ങളെയല്ല, എന്റെ മതപരമായ താല്പര്യങ്ങളല്ല, വേറെ ഏതെങ്കിലും വംശവർഗ സമുദായ ദേശ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളല്ല. വജഅൽനാ മുസ്ലിമൈന ലക. നിന്നെ അനുസരിക്കുന്നവരാക്കണം, നിന്നെ മാത്രം അനുസരിക്കുന്ന. നീ എന്റെ മകനെ അങ്ങനെ ആക്കണം. ഒരു വാപ്പ പ്രാർത്ഥിക്കണം. ആ ഭാഗത്തേക്ക് ഞാനിപ്പോ കടന്നുപോയി. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഒരു വാപ്പയും കുട്ടിയും എങ്ങനെയാവണം? നിന്റെ കുട്ടിനെ ഇനി എന്നെ അനുസരിക്കുന്നവരാക്കണം. നമ്മളാരെങ്കിലും പ്രാർത്ഥിക്കലുണ്ടോ? നീ എന്റെ കുട്ടിനെയും അല്ലാഹ് നിന്നെ അനുസരിക്കുന്നവരാക്കണം. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും, ഞങ്ങളുടെ എല്ലാ നിലപാടുകളിലും, എല്ലാ സമീപനങ്ങളിലും, എല്ലാ സംവിധാനങ്ങളിലും, എന്തിലും ഏതിലും എവിടെയും എപ്പോഴും വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയ്യതിനാ. നിന്റെ മക്കളെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. يا أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ കൽപ്പനകളെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന്
എന്നോടും എന്റെ സഹോദരങ്ങളായ നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നാട്ടിലെ സമാധാനം ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്താ? നമ്മൾ കുഴപ്പം കാണിക്കാതിരിക്കുക. കുഴപ്പമെന്ന് പറഞ്ഞാൽ ചിലപ്പം വർഗീയ സംഘടന മാത്രമല്ല. നിങ്ങൾ കൈക്കൂലി വാങ്ങരുത്, നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, നിങ്ങൾ കച്ചവടം നടത്തരുത്, നിങ്ങൾ ഹവാല കടത്തുകാരും വെളുവാണിപ്പക്കാരും ബ്ലൂ ഫിലിം കച്ചവടക്കാരും ആവരുത്, നിങ്ങൾ സാമുദായികവാദിയാവരുത്, നിങ്ങൾ ജാതിവാദിയാവരുത്, നിങ്ങൾ മതവർഗീയവാദിയാവരുത്, നിങ്ങൾ പാർട്ടി വർഗീയവാദിയാവരുത്. സമാധാനം ഉണ്ടാക്കാനുള്ള വഴി എന്താ? ആദ്യം അവനവന്റെ മനസ്സിനുള്ളിൽ സമാധാനം ഉണ്ടാവണം. ഞാൻ ആരെയും കെടുത്തില്ല, ഞാൻ ആരെ സമാധാനം കെടുത്തില്ല. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, അവസാനം നമ്മൾ നാണം കെട്ട് തല താഴ്ത്തുന്നുണ്ട്. ഞാൻ പെരുന്നാളിന്റെ നോമ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, നമ്മളെല്ലാ വിശുദ്ധികളെയും കാറ്റിൽ പറത്തി, എല്ലാ കേസിലും നമ്മളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ചെന്ന് ചാടാതിരിക്കും. നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണോ? നിങ്ങൾ കൈക്കൂലി വാങ്ങാതിരിക്കൂ. വരുന്ന ജനത്തോട് ഏറ്റവും മാന്യമായിട്ട് പെരുമാറുക. അതിനാണ് അള്ളാഹു എനിക്ക് ആ പദവി നൽകിയിട്ടുള്ളത്. കൈക്കൂലി വാങ്ങാനും കള്ളക്കച്ചവടം നടത്താനുമില്ല. നീ ഒരു ഡോക്ടറാണോ? ആളുകളെ എല്ലാവരും പിഴിയുന്നവരല്ല അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഒരു രോഗിയോട് കരുണയും ആർദ്രതയും വാത്സല്യവും ആശ്വാസവും നൽകുന്നവനാവുക. കയറി വരുന്നവനെ പീഡിപ്പിക്കുന്ന ബില്ലുമായി ഡോക്ടർക്ക് കമ്മീഷൻ, മെഡിക്കൽ ഷാപ്പിന് കമ്മീഷൻ, ബാക്കിയുള്ളവർക്ക് കമ്മീഷൻ. ഇതൊന്നും അല്ല ചോദിക്കൂല, ഈ നിസ്കരിച്ചാൽ മതി. പോരാ സഹോദരന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയറാക്കൂ. നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനാ, നിങ്ങളൊരു വക്കീലാ, ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് ശരിക്കു കൊണ്ട് നിലനിൽക്കാൻ പറ്റുക? നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്ത് സത്യവാനും വിശുദ്ധി. ഞാൻ ഒരു റെഡിമെയ്ഡ് വിശുദ്ധനെ കുറിച്ചൊന്നും ഈ പറയുന്നത്. അങ്ങനെ ഏതോ ഒരു അപാരമായ ലോകത്ത് സാത്വികനായി നാട്ടിലൊന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. പക്ഷേ അടിസ്ഥാനപരമായി നല്ലവരാണിവർ ഇന്ന് നമ്മളെക്കുറിച്ച് നാട് പറയട്ടെ. അവർ കുഴപ്പകാരികളല്ല. മുസ്ലിങ്ങളായി എന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. മദ്യമില്ല, മയക്കുമരുന്നില്ല, കള്ളക്കച്ചവടമില്ല, പലിശയില്ല, പെടുപാടിമില്ല. അയൽപക്ക ബന്ധങ്ങളിലൊക്കെ ഊഷ്മളമായ പെരുമാറ്റങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞത്, സമാധാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഡൽഹിയിൽ നിന്നും വൈറ്റ് ഹൌസിൽ നിന്നും യുണൈറ്റഡ് നേഷനിൽ നിന്നും അധികാരവർഗങ്ങൾ തുടങ്ങേണ്ടത് മുതൽ അതിന്റെ അവസാനത്തെ യൂണിറ്റായ വീട്ടിൽ ഞാൻ, നമ്മൾ, നമ്മുടെ നാട്ടിൽ നമ്മൾ കുഴപ്പമുണ്ടാക്കാത്തവരാവുക. നേരത്തെ പറഞ്ഞ വർഗീയ, സാമുദായിക, ജാതീയ, പാർട്ടി, വർഗ ഒരു അക്രമ പ്രവർത്തനങ്ങളിലും ഒരു അധർമ്മത്തിലും. അങ്ങനെയാണ് റബ്ബ് ജഅല ഹാദൽ ബലദ ആമിന. എന്റെ നാടിനെ നീ നിർഭയത്വമുള്ളതാക്കണം. എല്ലാ വിഷയത്തിലും സൂക്ഷിക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാൻ ശ്രമിക്കുക. നിനക്ക് മറുപടി പറയണം. ആ ഭാഗത്തേക്ക് ഞാനിപ്പോൾ കടന്നു പോടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴുള്ളതിനേക്കാൾ മനോഹരവും മെച്ചപ്പെട്ടതുമായ അവസ്ഥകളിലേക്ക് നീങ്ങാൻ അള്ളാഹുവേ ഞങ്ങളെയൊക്കെ നീ തുറക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും നീ സംസ്കരിക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ തമ്പുരാനെ. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ച് പലതിലും പെട്ടുപോയിട്ടുണ്ട് ഞങ്ങൾ. നീ പൊറുക്കുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ്. അള്ളാഹുവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ മുസ്ലിം ഉമ്മ വലിയ പ്രതിസന്ധികളിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പടച്ച റബ്ബേ, ഈ സമുദായത്തെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. നിർഭയത്വം നൽകി, സുരക്ഷിതത്വം നൽകി, മനസ്സമാധാനം നൽകി. അള്ളാഹുവേ നിന്റെ കുടുംബങ്ങളെ, നിന്റെ സമൂഹങ്ങളെ, അതിന്റെ വ്യക്തികളെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിത വിഭവങ്ങളിലൊക്കെയും വർധനവ് നൽകി നീ ഞങ്ങളെ തുറക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഇണകളുണ്ട്, ഞങ്ങളുടെ കുട്ടികളുണ്ട്, ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, വാർപ്പിയമ്മയൊക്കെ ഉണ്ട്. പടച്ച റബ്ബേ, അവരോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. രോഗത്തിനടിമപ്പെട്ടിട്ടുള്ള, മരണത്തെ മാത്രം കാത്തു നിൽക്കണ വയസ്സായ വാർപ്പിയമ്മയൊക്കെ ഉണ്ട്. അനങ്ങാൻ കഴിയാത്ത, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത, മരണം അവധി കാത്ത് മാത്രം നിൽക്കണവര്. പടച്ച റബ്ബേ, അവരോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ആഫിയത്തും മനസ്സമാധാനവും നൽകി അവരെ നീ തുറക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ട് ഞങ്ങളുടെ ഉമ്മുണ്ട്, ഞങ്ങളുടെ ഉപ്പാരുണ്ട്, ഞങ്ങളുടെ കുട്ടികളുണ്ട്, ഇടകളുണ്ട്, സഹപ്രവർത്തകരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് മരിച്ചു, VP ഓനാസാറിനുണ്ട് താനൂരിൽ. 44 വയസ്സാണ്. എല്ലാ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു. ചെറിയ അസുഖം വന്നിരുന്നു, ചികിത്സയായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് അന്ന് 4 മണിക്കൊരു പനി തുടങ്ങി. പിറ്റേന്ന് 5:30 സുബഹിയോടുകൂടി മരിച്ചു. അതിന്റെ തൊട്ടു മുമ്പ് നടന്ന ക്ലാസ്സിലടക്കം ആഖിറത്തും സ്വർഗവും നരകവും ഒക്കെയാണ് സഹോദരൻ വിശദീകരിച്ചതെന്നാണ് പറയുന്നത്.
ക്ലാസ്സൊക്കെ എടുക്കും കുറച്ചൊക്കെ, ആ ക്ലാസ്സിലെടുക്കും ആഹ്റത്തും ചെറുപ്പൊക്കെ. അവൻ നേരെ പോകാൻ തയ്യാറായിരുന്നു. നേരം വെളുത്ത് 5:30 മണിക്ക് ആള് പോയി. ഉമ്മ വരാൻ വേണ്ടി കാത്തിരുന്നു. മിനിഞ്ഞാന്ന് രാവിലെ മയ്യത്തെടുക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും നമുക്കൊക്കെ പുറത്തു തരുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ ഉമ്മ, നമ്മളുടെ കുട്ടികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, ഉസ്താദുമാർ എല്ലാവരോടും പൊറുക്കുകയും ഖബറിലെ, ബർസഖിലെ, മഹ്ശറയിലെ, നരകത്തിലെ വേദനാജനകമായ അവസ്ഥകളിൽ അല്ലാഹുവേ അവരെയും ഞങ്ങളെയും ഒക്കെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകണമേ തമ്പുരാനെ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ദുൽഹജ്ജ് മാസം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാസമാണ്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാസമാണ്. ഹാജറയുടെ മാസമാണ്. അവരുടെയൊക്കെ ചരിത്രവും പാരമ്പര്യങ്ങളും ഏറ്റെടുക്കാൻ അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. ഹജ്ജിന് പോയവർ, ഉംറക്ക് പോയവർ, അല്ലാഹുവേ അവർക്കൊക്കെയും വെളിച്ചം നൽകി, തിരിച്ചറിവ് നൽകി, ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള ബോധങ്ങൾ നൽകി അവരെയും ഞങ്ങളെയും ഒക്കെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബത്തെ ഇബ്രാഹിമാക്കാൻ, ഇസ്മായിലാക്കാൻ, ഹാജറയാക്കാൻ അല്ലാഹുവേ നീ ഞങ്ങളെ തുണക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ പെരുന്നാളും ഞങ്ങളുടെ ഹജ്ജും ഞങ്ങളുടെ ബലികളും ഞങ്ങളുടെ തക്ബീറുകളും എല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله وصلى الله على محمد صلى الله عليه وسلم.